വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറനാട് നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എങ്ങനെയാണ് രാവിലെ വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് വയനാട്ടിലെ എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിരുന്നു, പക്ഷേ ഉച്ചയോടടുപ്പിച്ച് മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗിൻ്റെ ഒരു രീതി പുരോഗമിക്കുന്നത്? ഇപ്പോൾ അവസാന മണിക്കൂറുകളിലും ഈ ക്യൂവിൽ ആളുകളുണ്ടോ വളരെയധികം? സിജു, ഞാൻ നിൽക്കുന്നത് പത്തപ്പിരിയം സ്കൂളിലാണ്. ഇത് ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. നമുക്കറിയാം, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങി മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ 3 നിയോജക മണ്ഡലങ്ങളിലാണ്. താരതമ്യേന പോളിംഗ് ശതമാനം വലിയ കുറവാണ്. ഇപ്പോഴും നമുക്ക് ബൂത്തുകളിലൊന്നും ഈ അവസാന നിമിഷം കാണേണ്ട ഒരു തിരക്ക് എവിടെയും കാണാനില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പരമാവധി ആളുകളെ ഈ അവസാന നിമിഷമൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം, വീടുകളിൽ നിന്നൊക്കെ പരമാവധി എത്തിക്കാനുള്ള ശ്രമം മുന്നണിയുടെ പ്രവർത്തകരെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. പക്ഷേ ബൂത്തുകളിലൊന്നും ഇപ്പോഴും പതിവ് പോലെ ഈ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാവുന്ന തിരക്കൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. രാവിലെ ഭേദപ്പെട്ട പോളിംഗ് തന്നെയായിരുന്നു, പക്ഷേ ഉച്ചയോടെ അത് മന്ദഗതിയിലായി. അത് പതിവ് പോലെ തന്നെ മന്ദഗതിയിലാവുന്നു. പിന്നീട് പക്ഷേ കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ ആശങ്ക മുന്നണികളുടെ ഒക്കെ പ്രവർത്തകർക്ക് സ്വാഭാവികമായുമുണ്ട്. വലിയ ഭൂരിപക്ഷമൊക്കെ UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷ നേരത്തെ തന്നെ UDFനുള്ളതാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിലെ ഈ കുറവ് ആരെ ബാധിക്കുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇത് ഈ വലിയൊരു ആലസ്യത്തിലേക്ക് പോയോ എന്നൊരു സംശയം പൊതുവിലുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലും 3 നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് കുറവാണെന്നാണ് പറയാൻ കഴിയുക. കാരണം UDF വലിയ വിശ്വാസമർപ്പിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഈ ലീഗിൻ്റെ അടക്കം ലീഗ് കൊടികൾ അവസാനം വരെയും ലീഗിൻ്റെ കൊടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ നിലപാട്. ഒരു ലീഗ് പ്രവർത്തകനെ ഈ ലീഗിൻ്റെ കൊടി ഉയർത്തിയതിൻ്റെ പേരിൽ ആ പ്രചാരണ പരിപാടിക്കിടയിൽ നിന്ന് പുറത്താക്കുക ചെയ്ത സംഭവങ്ങൾ കൂടി ഓർമ്മ വരുന്നുണ്ട്. അതെല്ലാം വലിയ അർത്ഥത്തിൽ അവിടെ മലപ്പുറത്ത് അത് ബാധിച്ചിട്ടുണ്ടോ? ഈ 3 മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ സാലിഹ് പറഞ്ഞ പോലെ എന്തായിരിക്കും അതൊരു രാഷ്ട്രീയ വിലയിരുത്തൽ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. സ്വാലിഹ്, സിജു, അത്തരത്തിൽ ഈ കൊടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ കാര്യമായ പോളിംഗ് ഇവിടെ നടന്നിരുന്നു. അതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവിലുള്ള UDF നേതാക്കളുടെ ഒരു വിലയിരുത്തൽ. ചില ബൂത്തുകളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും മാറിയിരുന്ന് തന്നെ ബൂത്ത് ഏജന്റുമാരായിരുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും വോട്ടിങ്ങിനെ ബാധിക്കുന്നില്ല. ഇത് പ്രധാനമായി മലപ്പുറത്തെ നേതാക്കളൊക്കെ കണക്ക് കൂട്ടുന്ന ഒരു കാര്യം, വലിയ ഭൂരിപക്ഷം പറഞ്ഞതുകൊണ്ട് വിദേശത്തു നിന്നൊന്നും ആളുകൾ വലിയ റിസ്ക് എടുത്ത് വോട്ട് ചെയ്യാൻ പതിവ് പോലെ മലപ്പുറത്ത് കാണുന്ന കാഴ്ചകളാണ് അതൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജയിക്കുമല്ലോ എന്നൊരു തോന്നൽ പൊതുവിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ വിട്ടുനിൽക്കലിന്, ഈ പോളിംഗ് ശതമാനം കുറയാനുണ്ടായ ഒരു കാരണമെന്ന് പൊതുവിൽ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായും UDF കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരം ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവിന് ഇത് സാധ്യതയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലെല്ലാം പരമാവധി വോട്ടർമാരെ അതത് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രാദേശികമായി 3 മുന്നണികളുടെയും പ്രവർത്തകർ ഇപ്പോഴുള്ളത്. സിജു, ശരി. സ്വാലിഹാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.